സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ ബലപ്പെടുത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവം ശബ്ദം തന്നില്ലേ? വായു തുറക്കാൻ കൃപ തന്നില്ലേ? കഴിവ് തന്നില്ലേ? ഈ മൺകൂടാരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ശക്തിയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ ഒന്നായിട്ട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയിലും അനേകർ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ റീജ ബിജുവിൽ നിന്ന് നമ്മൾ ശക്തമായിട്ട് വചനം കേൾക്കുവാനും ആരാധിക്കുവാനും ഈ മഹത്വമേറിയ കർത്താവിനെ, അത്യുന്നതനെ, ഉന്നതനെ, ഹാലലുയാ, ആ പരിശുദ്ധ സിംഹാസനത്തിൽ നമ്മൾ ഹാലലുയാ സ്തോത്രം ചെയ്യുന്ന എന്റെ ദൈവമേ, നീ എന്റെ ദൈവം, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന എല്ലാ അവസരത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും സെക്കൻഡ് ഡേയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഹാലലുയ്യ. ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നത്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുത്തോട്ട് വന്നാട്ടെ. ഹാലലുയ്യ. ജീവജലത്തിന്റെ നദികൾ നിന്നിൽ നിന്ന് ഇന്ന് പുറപ്പെടും. ഹാലലുയ്യ. ഉറവ പുറപ്പെടണമെങ്കിൽ ദാഹിക്കുന്ന നിനക്ക് ദാഹിക്കണം, നീ ജീവന്റെ ജലം കുടിക്കുവാനായിട്ട് കടന്നു വരണം. ഹാലലുയ. സഹോദരി ഇന്ന് കടന്നു വരിക. നാം സഹോദരി കൂട്ടായ്മയായിട്ട് ഹാലലുയ ലേഡീസ് കോൺഫറൻസ് ആയിട്ട് നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഹാലലുയ സ്തോത്രം ആ വചനം എന്താണ്? Charm is deceitful and beauty is vain, but the woman who fears the Lord will be praised. Hallelujah. ലാവണ്യം വ്യർത്ഥവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. എന്നാൽ യഹോവ ഭക്തിയുള്ള സ്ത്രീ ബഹുമാനിക്കപ്പെടും, പ്രശംസിക്കപ്പെടും. ഹാലലുയ. നാം കർത്താവിനെ സ്തുതിക്കുകയാണ്, പ്രൈസ് ചെയ്യാണ്. ആ കർത്താവ് ഹാലലുയ നമ്മെ പ്രശംസിപ്പിക്കപ്പെടുത്തും. ഹാലലുയ സ്തോത്രം. സ്ത്രീ ശക്തിയാണ് നമ്മളുടെ വിഷയം. സ്ത്രീ ശോഭ. ഹാലലുയ സ്തോത്രം. ശോഭയുള്ള സ്ത്രീ ശക്തിയുള്ളവളാണ് നാം. ശോഭിതയാകുന്നത് എങ്ങനെയാണ്? ആ ക്രൂശിത രൂപത്തിലോട്ട് നോക്കുമ്പോൾ, ക്രൂശിതനായ നമ്മുടെ കർത്താവിനെ നാം നോക്കുമ്പോൾ ഹാലലുയ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, മനസ്സുകൾ കൊണ്ട്, ആത്മാവ് കൊണ്ട് ആ സ്നേഹസ്വരൂപനായ പുത്രനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ശോഭയുള്ളവളായി തീരുന്നു. സ്ത്രീ ബലഹീന പാത്രമാണെന്ന് പറയുമ്പോഴും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, ഈ വചനത്തിൽ വായിക്കുന്നു, അനേകം സ്ത്രീകൾ ഈ ശക്തി നമ്മളുടെ ഈ മൺകൂടാരത്തിൽ ഇറങ്ങി വരുമ്പോൾ ഹാലലുയ അബല എന്ന് പറയുന്ന നീ ശക്തിയുള്ളവളായി തീരും. ഹാലലുയ. അതാണ് എന്റെ ശക്തിയല്ല, നിന്റെ ശക്തിയല്ല, എന്നാൽ ഇറങ്ങുന്നവന്റെ ഒരു ശക്തി. ഹാലലുയ. നമ്മുടെ രാജാവ് ആരാണെന്ന് നാം അറിയണം. ഹാലലുയ. എന്റെ ദൈവം ആരാണെന്ന് ഞാൻ അറിയണം. ഹാലലുയ. അപ്പോഴാണ് ഞാൻ ശോഭിതയായി തീർന്നത്, ഞാൻ ശക്തിയായി തീരുന്നത്. ഹാലലുയ. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് ശോഭിക്കണ്ടേ? നമുക്ക് എന്ത് നല്ലൊരു വചനമാണ് നമുക്ക് ഈ കോൺഫറൻസിന് ലഭിച്ചിരിക്കുന്നത്. പ്രോവേഴ്സ് 31:30 പറയുന്നു, charm is deceitful. നിന്റെ ലാവണ്യം അത് വ്യാജ്യമുള്ളതാണ് സഹോദരി. നിന്റെ സൗന്ദര്യം വ്യർത്ഥമാണ് സഹോദരി. ഇതൊന്നും നിന്നെ രക്ഷിക്കുന്നതല്ല. നിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും കൊണ്ട് നീ ഒന്നും നേടത്തില്ല. ഹാലലുയ. എന്നാൽ ദൈവഹിത പ്രകാരമുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് 1 പത്രോസ് 3:4 കാണുന്നു. ഈ ബാഹ്യമായ മോടികൾ ഒന്നും നിന്നെ ആ സന്നിധിയിൽ കൊണ്ടു ചേർക്കുന്നില്ല. എന്നാൽ നിന്റെ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ഹാലലുയ, നിന്റെ ഹൃദയം സമാധാനമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റിനെയാണ് ദൈവം നോക്കുന്നത്. നിന്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ. അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്, ഇന്നലെ നാം ധ്യാനിച്ചത് അതാണ്. ഹല്ലേലൂയ. നാം ഒരു ഡെബോറയെ കണ്ടില്ലേ ഇന്നലെ? ഹല്ലേലൂയ. നമുക്കൊരു ഡെബോറയാകണ്ടേ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളെയാണ് നാം, സ്ത്രീ സമൂഹം ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മള് ഹല്ലേലൂയ നമ്മുടെ വായിൽ നിന്നിരുന്ന വചനങ്ങൾ കൊണ്ട് നാം ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വായിൽ വചനം തന്നിട്ടുണ്ട്. നമുക്ക് അനുകരിക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീ ജനത്തെ, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, സ്ത്രീ ജനങ്ങളെ നമുക്ക് ബൈബിളിൽ കൂടി കാണുവാനായിട്ട് സാധിക്കും. ഇന്നലെ നാം കണ്ടു, ഡെബോറയെ പറ്റി കണ്ടു. ഹല്ലേലൂയ. 9,000 ഹല്ലേലൂയ. ഇരുമ്പ് രഥങ്ങളുടെ മുമ്പിൽ പതറാതെ ഡെബോറ നിന്നത്.
അവളുടെ ശക്തി ആയിരുന്നില്ല, അവളുടെ കഴിവല്ല. ഹല്ലേലൂയ. എന്നാൽ അവളിൽ വസിച്ച അഭിഷേകം, ഹല്ലേലൂയ, സീസറ എന്ന വലിയ, ഹല്ലേലൂയ, സേനാധിപതി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 9,000 രഥങ്ങളുടെയും കുതിരകളുടെയും മുമ്പില് അവൾ നിറഞ്ഞു നിന്നത് കർത്താവിന്റെ അഭിഷേകമാണ് അവളെ നിർത്തിയത്. അങ്ങനെയെങ്കിൽ സഹോദരി, നിനക്ക് സാധിക്കും, നിനക്ക് സാധിക്കും. നീ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. നീ കുറഞ്ഞവളല്ല, നീ ബലഹീനയല്ല. ഡെബോറയെ നിർത്തിയ ദൈവം നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടു, യായേലിനെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. വെറും സാധാരണക്കാരിയായ യായേൽ 20 വർഷമാണ് അവൾ കരഞ്ഞത്. എങ്ങനെയെങ്കിൽ നിന്റെ കണ്ണുനീർ 20 വർഷമായിട്ടുണ്ടോ? നിനക്കൊന്ന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രതിയോഗിയെ കൊല്ലുവാൻ നിന്റെ കയ്യിലാണ് ആയുധം. അതാണ് വചനം എന്ന വാളുകൊണ്ട് അവളെ ചുറ്റികയിട്ട് തല്ലി തകർത്തു അവളുടെ പ്രതിയോഗിയെ. 20 വർഷമായി അവൾ കരഞ്ഞ വിഷയത്തിൽ പ്രാർത്ഥനയാലും വചനത്താലും അവളുടെ പ്രതിയോഗിയെ തല്ലി തകർത്തെങ്കില്, ഹല്ലേലൂയ, യായേലേ, നീ ഭാഗ്യവതി. ഹല്ലേലൂയ. കൂടാരവാസിനിയെ ജനത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ, ജനത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കില് നിനക്കൊരു യായേലായി തീരുവാൻ കഴിയും. ഹല്ലേലൂയ. നീ ഡെബോറയായി തീരുവാൻ കഴിയും, യായേലായി തീരുവാനായിട്ട് കഴിയും. നീ വെറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ചിന്തിക്കേണ്ട. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വലിയ ബോംബുകളെ കാട്ടി ശക്തിയുള്ളതാ കേട്ടോ ഈ വചനം എന്ന് പറയുന്നത്. അത് നിന്റെ പ്രതിയോഗിയെ തകർക്കും, ഈ ഡാർക്ക്നെസ്സിനെ തകർക്കും, നിനക്കെതിരെ വരുന്ന ശക്തികളെ തകർക്കും. അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. പഠിക്കുവാൻ മാത്രമല്ല, ഈ വചനം നമ്മുടെ ഉള്ളിൽ ജീവിക്കണം കേട്ടോ, ക്രിയ ചെയ്യണം. എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവൻ ജയാളിയായ ദൈവമാണ്. ഹല്ലേലൂയ. അതിനാൽ നീ ഒരു ജയമാണ്. നീ ജയത്തോട് കൂടി കടന്നു പോകണം. ഹല്ലേലൂയ. കടന്നു വാ. ജയത്തോടു കൂടി കടന്നു പോകുവാനായിട്ട് നിന്റെ ദൈവം എന്ന് വിളിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഡെബോറയെ ഉറപ്പിച്ച ദൈവം അവളുടെ പ്രതിയോഗി അവളുടെ കാൽ കീഴിൽ അടിയുറപ്പിച്ചു. വേണോ നിനക്കിന്ന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നാൽ ആ പ്രതിസന്ധിയെ നീയാണ് തകർക്കുന്നത്. നീ എവിടെ ഓടിപ്പോകേണ്ട കാര്യമില്ല. നിന്റെ കയ്യിലുണ്ട്, നിന്റെ വായിലുണ്ട് വചനം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ അതുപോലെ കണ്ടു, എസ്തറിനെ കണ്ടു. വെറും ബാലികയായിരുന്നു, 14 വയസ്സോളം പ്രായമുള്ള ഒരു ചെറിയ ബാലിക. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവളുടെ അങ്കളായ മോർദെഖായി പറഞ്ഞതുപോലെയാണ് അവൾ 14 വർഷം വളർന്നത്. 1 വർഷം മാത്രം അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി രാജാവിന്റെ ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒരേ 1 വർഷമാണ് അവളുടെ ബോഡിയെ സൗന്ദര്യം പിടിപ്പിച്ചത്. എന്നാൽ 10-14 വർഷക്കാലം അവളുടെ ആത്മാവിൽ ബലപ്പെട്ടപ്പോൾ രാജസന്നദ്ധിയിൽ അവൾക്ക് കടന്നു ചെല്ലുവാനും, ഹല്ലേലൂയ, സ്തോത്രം, ഒരു രാജ്യത്തെ രക്ഷിക്കുവാൻ എസ്തറിന് കഴിഞ്ഞു. എങ്ങനെയെങ്കിൽ നിനക്കൊരു എസ്തറായിട്ട് ആകുവാനായിട്ട് സാധിക്കും. നീ ഒരു ആരുമില്ലാത്തവള്, നീ ഒന്നുമില്ലാത്തവള്, നിനക്ക് സഹായമില്ലാത്തവള് എന്ന് പറഞ്ഞ് പിറുപിറുക്കല്ലേ. ഹല്ലേലൂയ. ജയം നിനക്കുള്ളതാണ്. കാരണം നിന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഡെബോറയെ വലുതാക്കിയ ഒരു രാജ്യത്തെ രക്ഷിച്ച ദൈവം, എസ്തറിനെ കൊണ്ട് ഒരു രാജ്യത്തെ രക്ഷിച്ച ദൈവം. അവിടെ എന്തുവാണ്? അവിടെ വേറെ ആണുങ്ങൾ ഇല്ലാതിരുന്നിട്ടാണോ സഹോദരി അവരെ എഴുന്നേൽപ്പിച്ചത്? ഒരു രാജ്യത്ത് വേറെ ആണുങ്ങൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ ആണുങ്ങൾക്കെതിരല്ല. എന്നാൽ സഹോദരി, നീ എഴുന്നേൽക്കണം. നീ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. നിനക്കൊരു വിളിയുണ്ട്. ഹല്ലേലൂയ. അത് ഡെബോറയായാലും എസ്തർ ആയാലും യായേലായാലും നിനക്ക് കിട്ടിയിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ആ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നു നമ്മുടെ ഇടയില് ആരാധിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മളോട് ഒപ്പം ആരാധിക്കുവാനായിട്ട് സിസ്റ്റർ ചെൽസിയും ബ്രദർ സ്റ്റാൻലി ടീമുണ്ട്. അവർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓൺലൈനിൽ നമ്മളെ കാണുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റേഴ്സിന്റെ വൈഫ്മാരായ സഹോദരിമാര് നമ്മുടെ കൂടെയുണ്ട്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മെ നിറയ്ക്കുവാൻ, കർത്താവിന്റെ കൃപയിൽ നിറയ്ക്കുവാൻ, വചനത്തിൽ നിറയ്ക്കുവാൻ നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി കടന്നു വന്നിട്ടുണ്ട്. സിസ്റ്റർ ജെയിനിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേകം ഹല്ലേലൂയ ചർച്ചുകളിലെ ഹല്ലേലൂയ സ്തോത്രം വേദപഠനം നടത്തുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ഭാഷകളും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് സഹോദരിക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു ഒരു ബൈബിൾ സ്കൂളിലെ. അതും കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വചനം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ആ സഹോദരിക്ക് നല്ലവണ്ണം അറിയാം.
ഹല്ലേലൂയ. അതിനാൽ കടന്നുവാ, ഈ വചനത്തിൽ നിറയുവാനായിട്ട് കടന്നു. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ ജെയിനിയെ ഈ സഭയിലോട്ട് വചനത്തിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റേഴ്സിനായിട്ട് എല്ലാവർക്കുമായിട്ട്, എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ ഓൺലൈൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നെ യൂട്യൂബിൽ കൂടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഭയിലുള്ള US-ലുള്ള സഭ, എല്ലാ സഭയ്ക്കായിട്ടും ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. അതുപോലെ ഖത്തറിലുള്ള സഹോദരി സഹോദരന്മാർക്കായിട്ട്, ബഹ്റിനിലുള്ള സഹോദരി സഹോദരന്മാർക്കായിട്ട്, ഇന്ത്യയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനം നമ്മെ ഇന്ന് നിറയ്ക്കും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ജീവജലത്തിന്റെ നദികൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നീ സുന്ദരിയായി തീരും, നീ ഒരു അനുഗ്രഹമായി തീരും. നീ മാത്രമല്ല, നീ ആയിരിക്കുന്ന എല്ലായിടത്തും നീ ഒരു അനുഗ്രഹപൂർണ്ണമായി തീരണമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ട് വരണം, പൊട്ടി ഒഴുകണം. ഹല്ലേലൂയ. ജീവിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സമയത്തും ഹല്ലേലൂയ, എല്ലാം പ്രതികൂലമായാലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം അനുകൂലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബോട്ടുകൾ ആഞ്ഞു ഉടഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പതറിപ്പോയപ്പോൾ എന്റെ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിന്റെ പകർച്ചയിൽ നിന്റെ താളം തെറ്റുമ്പോൾ, ഹല്ലേലൂയ, നീ താഴെ വീഴുമ്പോൾ, നിന്റെ ബലഹീനയായി തീരുമ്പോൾ നാഥൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. മറന്നു പോകരുത്. നല്ല നാഥൻ നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇത് അനേകർക്ക് തീർച്ചയായിട്ടും ഇന്ന് ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. സിസ്റ്റർ ജെയിനി, സ്തോത്രം. നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം അനേകർക്ക് അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുവാനല്ല, വായു തുറക്കുവാൻ, നമ്മളായിരിക്കുന്നിടത്ത് സന്തോഷത്തിലും സമാധാനത്തിലും ഈ ദൈവത്തെ സ്പ്രെഡ് ചെയ്യുവാൻ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മുല്ലപ്പൂ കിടക്കുന്നിടത്തൊക്കെ അവിടെ നമ്മളെ മുല്ലപ്പൂ എന്ന് പറയണ്ട. നീ മുല്ലയാണ്, ഞാൻ മുല്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. മുല്ലയെ കാണുമ്പോൾ എനിക്കറിയാതെ മുല്ലയാണെന്ന്, മുല്ലയുടെ മണം കാണുമ്പോൾ എനിക്കറിയാതെ മുല്ലയുടെ മണമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കില്ല. നിന്റെ അടുത്തോട്ട് ഓടി വരുന്ന ഒരു ദൈവകൃപ. കാരണം എന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ജീവജലത്തിന്റെ നദികളാണ്. അവിടെ ഹല്ലേലൂയ, അവിടെ മരണമില്ല, അവിടെ നിനക്ക് ഒരു ശാപമില്ല, അവിടെ രോഗമില്ല. നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ജീവന്റെ ഉറവയാകിയാൽ സ്തോത്രം. അതിനാൽ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ കോശി പാസ്റ്ററിനെ ക്ഷണിക്കുകയാണ്.